നമസ്കാരം, വണ്ടി ചർച്ചയിലേക്ക് സ്വാഗതം. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കേരള നിയമസഭയുടെ റിസൾട്ട് വരാൻ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഏറ്റവും ചൂടേറിയ ചർച്ച ആരാകണം മുഖ്യമന്ത്രി. തുടങ്ങാം നമുക്ക് വണ്ടി ചർച്ച. വൈശാഖെ, എന്താണോ തൻ്റെ അഭിപ്രായം? ആരായിരിക്കും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി? എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് പാർട്ടികൾക്കും വ്യക്തമായിട്ടുള്ളൊരു മെജോറിറ്റി കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ബട്ട് എന്നിരുന്നാലും 80-ൽ താഴെ സീറ്റുകൾ ലഭിച്ച് UDF അധികാരത്തിൽ വരാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴത്തെ UDFൻ്റെ ആ ഒരു MLA-മാരുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയൊരു വ്യക്തി, സാമുദായിക സമവാക്യങ്ങളെല്ലാം ഒത്തുചേർന്ന് വരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അടുത്തൊരു മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. വൈശാഖ് പറഞ്ഞ പോയിന്റിനോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. ഞാനും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ള വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം മറ്റ് രണ്ട് ഓപ്ഷനുകളെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ, കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു പാർട്ടിയെയും ഒരു സംസ്ഥാനത്തേക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ് ചെന്നിത്തല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഒരു അതർ സൈഡ് ഉണ്ട്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഇപ്പോഴും ഏകദേശം ഒരു 75 to 80 സീറ്റിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും LDFനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. എക്സിറ്റ് പോളുകളൊക്കെ നേരെ തിരിച്ചാണ് പറയുന്നത്. പക്ഷെ എവിടെയോ ഒരു ചാൻസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്നത് പിണറായി വിജയനായിരിക്കാം. പക്ഷേ വേണമെങ്കിൽ LDFന് ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ടീച്ചർ ജയിച്ചു വരികയാണെങ്കിൽ ടീച്ചറെ ഒരു മുഖ്യമന്ത്രി ആക്കുക എന്ന് പറയുന്ന ഒരു ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം. നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ VD സതീശനാണ് ഞാനൊരു മുഖ്യമന്ത്രിയായിട്ട് കാണുന്നത്. കാരണം രമേശ് ചെന്നിത്തല എന്നൊക്കെ അറിയാം, സീനിയർ നേതാവാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസിലൊരു തലമുറ മാറ്റം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ നയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ബാക്കിയുള്ള എല്ലാ സാമുദായിക സംഘടനകളിലേക്കും ഇത് കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മളൊരു നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളൊരു ഭരണം നടക്കുന്ന സമയത്തുള്ള ആ ഒരു സ്ട്രെങ്ത് പ്രോപ്പറായി കാണിക്കണമെങ്കിൽ അത് VD സതീശനോട് പറ്റും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളീനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും മനോഹരമായൊരു പ്രോസസ്സാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞത്. സോ നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരികയാണ്. ഇന്ന് May 3 രാത്രി 10:30. നാളെ ഈ സമയമാകുമ്പോൾ ഏത് മുന്നണിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അവിടെ മുന്നണി ചർച്ചകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഈ സമയം കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടാവും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.